ചക്കം പക്കം അല്ല, ഇതിന്റെ പേരാണ് ദ റിയൽ പ്രൊട്ടക്ടർ. നിങ്ങളുടെ സിനിമയുടെ പേര് വെച്ചിട്ട് ഒരു ഇത് ഞാൻ സെഗ്മെന്റ് കണ്ടുപിടിച്ചോണ്ട് വന്നേക്കാണ്, ദ റിയൽ പ്രൊട്ടക്ടർ. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം അത് ശരിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞാൽ പ്രൊട്ടക്ട് യുവർ ഡിയർ വൺസ് അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ്. Of course. നമ്മൾ എന്ത് വില കൊടുത്തിട്ട് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയില്ലേ, അത് ഇത് അമേരിക്കക്കാരോട് അധികം പറയരുത്. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വെച്ചിട്ട് ഇല്ല, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. ഇത് ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇല്ല മനസ്സിലായി. എനിക്ക് ഷൈൻചേട്ടൻ അത്ര ഇംഗ്ലീഷ് അറിയൂലെന്ന് അറിയൂലേ? ഇല്ല മനസ്സിലായി, മലയാളത്തിൽ പറയണ മോളെ. MBA വരെ പഠിച്ച കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് ഞാൻ പ്ലസ് ടു പഠിച്ചിട്ടുള്ളൂ. ചേട്ടൻ അത്ര അറിയത്തില്ലെന്നാ പറഞ്ഞു. അതെങ്ങനെ ശരി? MBA വരെ പഠിച്ച ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷോട് ഇംഗ്ലീഷാണ്. കരുണാകരനൊക്കെ കാച്ചന കണ്ട ഇംഗ്ലീഷ് പാർലമെന്റിൽ പോയിട്ട്. ആരാ കരുണാകരനാ? കരുണാകരൻ the leader, Congress K Karnagaran, the ex-chief minister, one of the seasoned politician. Is the leader, one who everyone called leader. Okay. അപ്പൊ അടുത്ത അഖില് അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അഖില് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. വെറുതെ പറഞ്ഞാട്ടോ, നമ്മളെ കൂട്ടുകാരാണ് പറ്റില്ല. ഓക്കെ ചേട്ടാ, അടുത്തത് സെൽഫ് പ്രൊട്ടക്ഷൻ ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊന്നിട്ട് പോലെ, അതുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നു ചാടിയത്. സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി കൊല്ലാതിരിക്കാൻ, ആരെങ്കിലും വന്ന് നമ്മളെ തല്ലി കൊല്ലാതിരിക്കാൻ. The strongest protector of a woman is always her living partner. Not like that. Not necessarily. No, always. No. ആണോ? Woman is the protector of self protection. The previous question to the same ഉത്തരവാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും സെൽഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പിന്നെ ആണായാലും പെണ്ണായാലും ഉണ്ടാവുന്നത് പെണ്ണിൽ നിന്നാണ് അല്ലേ? ആണിൽ നിന്നാണെങ്കിലും ഉണ്ടാവുന്നതും അതിന്റെ മണ്ണും അത് വളരുന്നതും പെണ്ണിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ്. തീർച്ചയായും. ഒരു അച്ഛൻ വളർത്തുന്ന മക്കളെക്കാൾ അമ്മ വളർത്തുന്ന മക്കള് ഡിഫറൻസ് ഉണ്ട്. ഒരു അമ്മയ്ക്കാണ് ലോകത്തെ പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട് ഹൗസ് വൈഫായിട്ട് വീട്ടിലെയും കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. ഹൗസ് വൈഫ് മീൻസ് ഷീ നോസ് കുക്കിംഗ്, ഷീ ഈസ് എ കോസ്റ്റ്യൂം ഡിസൈനർ, ഷീ ഈസ് ഇന്റീരിയർ ഡിസൈനർ, ഷീ ഈസ് എവറിത്തിങ് അല്ലേ? എവറിത്തിങ് ഷീ മസ്റ്റ് നോ. എല്ലാം അറിഞ്ഞിരിക്കണം ഒരു ഹൗസ് വൈഫിന്. ഞാൻ പലപ്പോഴും ചില അമ്മമാരോട് ചോദിക്കും, എന്താ നിങ്ങളുടെ ജോലി ചോദിക്കുമ്പോ ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫ് ആണെന്ന്. ദാറ്റ് ഈസ് വേൾഡ്സ് മോസ്റ്റ് ഹെക്ടിക് ജോബ് ആൻഡ് ദാറ്റ് ഓൺലി വുമൻസ് ക്യാൻ ഡു. തീർച്ചയായും. ഓക്കെ, അടുത്തത് ഗോഡ് റിമൂവ്സ് someone from your life for your protection. God removes God removes someone from your life for your protection. മനസ്സിലായില്ല? ദൈവം നമ്മുടെ ലൈഫിൽ നിന്നാണെങ്കിൽ like some people go away from your life. ദൈവം നമ്മുടെ ലൈഫിൽ നിന്ന് കുറെ ആൾക്കാരെ എടുത്ത് മാറ്റും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. Maybe depends on the person. Life must go on. This is the other. ഇത് വേറൊരു പരിമാണമാണ്, വേറൊരു point of view. What she says is what you say is correct. Sometimes we also go, no? We must go on, no? That is a life circle only. Nothing is permanent. ഓക്കെ, അപ്പം സാറിന്റെ അടുത്തൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സാറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് മേൽവിലാസം. അത് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരിക്കും അല്ലേ? ഇല്ല, അത്ര എഫേർട്ട് എടുത്തിട്ടില്ല. ഭയങ്കര പവർഫുൾ ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇല്ല. ആദ്യം ഒരു ചെറിയ I had a little bit of problem. കളിയാക്കുവാ. ആദ്യം അവരറിയില്ലായിരുന്നല്ലോ താൻ പറഞ്ഞില്ലെങ്കിൽ. So ആദ്യം കുറച്ച് I had some issues, but once first day lunch പിന്നെ സെറ്റ് ആയി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എഫേർട്ട് എടുത്തിട്ടില്ല, not in that meaning. You know, I had to sit in one place and do for 10 days. Okay. അപ്പൊ ഷൈൻ ചേട്ടൻ ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഷൈൻ ചേട്ടനും ബൈജു ചേട്ടനും പറയുന്ന ഒരു ഡയലോഗാണ് ഇപ്പൊ ഭയങ്കര വൈറലായി. അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ പേര് ശ്രദ്ധിച്ചില്ല. അടി കപ്പിയാരെ കൂട്ടമണിയുടെ ഡയറക്ടർ. അതെ. അപ്പൊ അതിന്റെ ഒരു ഡയലോഗാണ് ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരു ഒരു മൂവിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണോ? ഓൾറെഡി ആ സീൻ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ ഇൻസിഡൻസ് ഉണ്ടാവുന്നത്. ഡ്രഗ്സ് മീൻസ്
ഡ്രഗ്സിന്റെ ഒരു പ്രത്യേകത മെയിൻലി സിന്തറ്റിക് ഡ്രഗ്സ് ഇറ്റ്സ് എഫക്ട്സ് പീപ്പിൾ ഇൻ ഡിഫറെന്റ് വേസ് ഇൻ ഡിഫറെന്റ് പീപ്പിൾ. അത് പലരിലും പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. ചിലവരെ ഫിസിക്കലി എഫക്ട് ചെയ്യും, ചിലവരെ മെന്റലി എഫക്ട് ചെയ്യും. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതില് ഏറ്റവും തോത് കുറഞ്ഞതാണ് സ്മോക്കിങ്ങും ലിക്കറും. അതിന് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, അത് നമുക്ക് പറയാം മെയിൻലി ഇതായിരിക്കും എഫക്ട് ചെയ്യുന്നത്. ബട്ട് സിന്തറ്റിക് ഡ്രഗ്സ് എഫക്ട് to person in different ways. We can't judge. അതുകൊണ്ട് തന്നെ അഡിക്ഷൻസ് ആക്ച്വലി ഡ്രഗ്സിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ചായയിലും കാപ്പിയിലും ഫുഡ് ഹാബിറ്റ്സിലും എല്ലാത്തിലും ഉണ്ട് അഡിക്ഷൻ. ബ്ലോഗ്സ്, മേക്കപ്പിലും ലിപ്സ്റ്റിക്കിലും മേക്കപ്പ് ഇട്ടില്ല മര്യാദക്ക്. ഇല്ല, അത് എന്തായാലും നമുക്ക് ക്യാമറയിൽ കൂടെ കാണാം മേക്കപ്പ് ഇല്ലാന്ന്. Addiction അതൊന്നും ബന്ധപ്പെട്ടല്ല. ബുദ്ധ ഹാവ് ആൻ അഡിക്ഷൻ. He want get the thing enlightenment. Finally he got no. ഒന്നും ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. Still he want the enlightenment. That is addiction. The thing is there. When അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് എൻലൈറ്റ്മെന്റ് കിട്ടിയെന്ന് പറയാം ബുദ്ധയുടെ കാര്യത്തിൽ. സോ അഡിക്ഷൻ ഈസ് ദർ. പക്ഷെ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ്ലി ആണ് എഫക്ട് ചെയ്യുക. അത് എനിക്ക് എഫക്ട് ചെയ്യുന്ന പോലെ തനിക്ക് എഫക്ട് ചെയ്യുക. അത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സിനെ എഫക്ട് ചെയ്യും. എന്താണോ നമ്മുടെ ബേസിക് സ്വഭാവം അതിനെ എൻഹാൻസ് ചെയ്യും. ഇപ്പൊ താൻ ഒരു ഹാപ്പി പേഴ്സൺ ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഒരു ഡിപ്രസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അത് ഭയങ്കര ഡിപ്രസ്ഡ് ആകും. ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണെങ്കിൽ ഭയങ്കര ക്രിമിനൽ ആക്കും. ഭയങ്കര അരഗന്റ് ആണെങ്കിൽ ഭയങ്കര അരഗന്റ് ആകും. മനസ്സിലായ? അതുകൊണ്ടാണ് അതിനെ നമ്മൾ സേ നോ ഡ്രഗ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ നമ്മൾ അങ്ങനെ പുറത്തു വിട്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഷൈൻ ചേട്ടന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ബമ്പിളിന്റെ കാര്യം ചോദിച്ചില്ല. ഞാൻ ബഹിരാകാശത്തോടെ സഞ്ചരിച്ചു. ഞാൻ പുതിയ മൊബൈൽ തുടങ്ങിയിട്ട് ബമ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലടാ. ഓൾസോ ഐ സ്റ്റോപ്പ് ഡേറ്റിംഗ് ഓൾസോ. ഡേറ്റിംഗ് നിർത്തിയോ? അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടല്ല. ഷൈൻ ചേട്ടാ ബമ്പിൾ കൂടെയുള്ള ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആണോ? Because doctor said for 2-3 months stop. No dating. No romantic dating. Romance stop ചെയ്യാൻ പറഞ്ഞു. It's not good for me. Completely clear. അതെ. തിരിച്ചു വരൂലേ? ബമ്പിളിലുണ്ടാ? ഞാനില്ലേ. ഷൈൻ ചേട്ടന്റെ ഫാൻസ് ഇത് കാണുന്നുണ്ടാവല്ലോ. ബമ്പിളിലെ ഫാൻസ് നേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാ പോരെ? പറഞ്ഞോ? അന്ന് ഷൈൻ ചേട്ടന് മെസ്സേജ് അയച്ചാ പോരെ ഇൻസ്റ്റയില്? അല്ല, നേരിട്ട് കാണുമ്പോ നേരിട്ട് പറഞ്ഞോ? എന്റെ അടുത്ത് പറയണെങ്കിൽ അല്ല, ഞാൻ പറയാം നേരിട്ട് കാണുമ്പോ നേരിട്ട് പറഞ്ഞോ എന്ന് പറയാ കുട്ടികളോട്. കുട്ടികളെ നേരിട്ട് പറയണം കേട്ടോ ഷൈൻ ചേട്ടന്റെ അടുത്ത്. എന്ത് നോക്കണേ, ബമ്പിളാണോ? ഇല്ലില്ല, ഏത് ഏജിലുള്ള ഞാൻ ഇട്ടിരിക്കണ ഒരു 60 വരെ ഉണ്ട്. ആരായാലും കുഴപ്പമില്ല. It's an online dating app. All age dating app. Bumble is little good than Tinder. Okay. And Arige. Tinder is a dating app. Okay. Arige really? I'm not in Arige. Wait, Tinder ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ട് തോന്നുന്നു ബമ്പിളിൽ. നമ്മളിപ്പോൾ ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല, എല്ലാവർക്കും പറ്റും. Okay. ബമ്പിളിന് ഷെയർ ഉണ്ടോ? ബമ്പിളിൽ ഷെയർ ഇല്ല. ബമ്പിളിൽ എനിക്ക് പ്രീമിയം. I have a premium account. I am in my name only. My photo only. My details only. People put some other photos and some other. But I mainly see a lot of girls there. They are more ധൈര്യം than boys. ബമ്പിൾ. ഇനിയിപ്പൊ ഞാൻ അത് ഓപ്ഷൻ കൊടുത്തോണ്ടാന്ന് അറിയില്ല എനിക്ക്. ചിലപ്പോ അതായിരിക്കും. അങ്ങനെയാണ് ഷൈൻ ചേട്ടാ വരാൻ വഴിയുള്ളൂ. ഓക്കെ, ഇതൊക്കെ അറിയാലോ. താൻ ബമ്പിളിലുണ്ട്. എന്റെ പൊന്നെ, ആ ഇന്റർവ്യൂ എന്റെ പൊന്നെ തന്നെയാണോ? അല്ലേ? താനെന്തെങ്ങനെ നിൽക്കുന്നത്?
ഓക്കെ 2025 ജൂൺ 13 ഇറങ്ങാൻ പോകുന്ന ദ പ്രൊട്ടക്ടർ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പ്രേതത്തിന്റെ ദിവസം അല്ലേ? പ്രേതത്തിന്റെ ജന്മദിനം. പ്രേതത്തിന്റെ ബർത്ത്ഡേക്ക് ഇറങ്ങാൻ പോകുന്ന ദി പ്രൊട്ടക്ടറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഒരു 2 താങ്ക് യു അല്ലേ പറഞ്ഞു, 4 പേരില്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്വീകരിച്ചിരിക്കുന്നു.